സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം. ശ്വസന പദത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ് ആണ്. ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ്. മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം എത്ര അടിയാണ്? മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം 30 അടിയാണ്. 30 അടി. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില 98.6 ഫാരൻഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില. 98.6 ഫാരൻഹീറ്റ്. ഏതിന്റെ പോഷക നദിയാണ് ജിൽജിത്ത്? ജിൽജിത്ത് ഏതിന്റെ പോഷക നദിയാണ്? സിന്ധു. സിന്ധു നദിയുടെ പോഷക നദിയാണ് ജിൽജിത്ത്. നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏത്? നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. ഹൈപ്പർമെട്രോപ്പിയ ഏതവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? ഹൈപ്പർമെട്രോപ്പിയ കണ്ണ്. കണ്ണിനെ ബാധിക്കുന്ന ന്യൂനതയാണ് ഹൈപ്പർമെട്രോപ്പിയ. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ മധ്യപ്രദേശ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ളയാണ്. ജസ്റ്റിസ് പരീതു പിള്ള. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. വയലാർ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി. മലയാള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ വൃത്താന്ത പത്രപ്രവർത്തനമാണ്. വൃത്താന്ത പത്രപ്രവർത്തനം. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടത് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം. കാലാഹിരൺ IM വിജയനാണ്. IM വിജയൻ. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് AR റഹ്മാനാണ്. AR റഹ്മാൻ. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. വിവേകവർദ്ധിനി വീരേശലിംഗമാണ്. വീരേശലിംഗം. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മെട്രോമാൻ ഓഫ് ഇന്ത്യ ശ്രീധരൻ. ശ്രീധരൻ. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പാണ്. ഓസിലോസ്കോപ്പ്. ലോക മഴക്കാട് ദിനം. ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 22 ആണ്. ജൂൺ 22.
ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് ആരാണ്? ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സൗമ്യാനന്ദ തീർത്ഥനാണ്. സൗമ്യാനന്ദ തീർത്ഥൻ. ഇന്ത്യയുടെ കേപ്പ് കെനഡി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ കേപ്പ് കെനഡി ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ കേപ്പ് കെനഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. മാഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? മാഷ് ടെസ്റ്റ് ആഴ്സനിക്കിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്. മാഷ് ടെസ്റ്റ്. കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? കുലീനവാതകങ്ങൾ 18ാമത്തെ ഗ്രൂപ്പിലാണ്. 18ാമത്തെ ഗ്രൂപ്പ്. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്? തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നത് തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത്. DNA-യുടെ പൂർണ്ണരൂപം? DNA-യുടെ പൂർണ്ണരൂപം ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് എന്നതാണ് DNA-യുടെ പൂർണ്ണരൂപം. ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത്? ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം? കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരമാണ്. GV രാജ പുരസ്കാരം. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിൻ്റെ അയിരാണ്. അസുറൈറ്റ് ചെമ്പിൻ്റെ അയിരാണ് അസുറൈറ്റ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മുണ്ടേരിക്കടവ് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ്. ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ലാക്രിമൽ ഗ്രന്ഥി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ല. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്തത് കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്? കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്ന് അറിയപ്പെടുന്നത്. കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ? ഫോസിലുകൾ കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. ഫോസിലുകൾ കാണപ്പെടുന്നത് അവസാദ ശിലകൾ. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം? പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? റിക്കറ്റ്സ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ഡി. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്? വൈറ്റ് പ്ലേഗ് ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്. കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയ? കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയ വിബ്രിയോ കോളറയാണ്. വിബ്രിയോ കോളറയാണ് കോളറയ്ക്ക് കാരണമാക്കുന്ന ബാക്ടീരിയ. വിബ്രിയോ കോളറി. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം? ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് വ്യാഴമാണ്. വ്യാഴം. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ആദംസ് ആപ്പിൾ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ആദംസ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി. നീൽ ദർപ്പൺ ഏത് തരം രചനയാണ്? നീൽ ദർപ്പൺ നാടകമാണ്. നീൽ ദർപ്പൺ എന്നത് നാടകമാണ്. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ? ജനഗണമന ആദ്യമായി ആലപിച്ച
1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ധർ ആണ്. BN ധർ. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ലെന്ന മുദ്രാവാക്യം മുഴക്കിയത്. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മണി മംഗലമാണ്. പാർവതി നെന്മണി മംഗലം. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില. കത്തുന്ന അടുപ്പിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഏതിനും താപപ്രേഷണം കാരണമാണ്. കത്തുന്ന അടുപ്പിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് വികിരണം മൂലമാണ്. വികിരണം. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഗോതമ്പ് കൃഷിക്കാണ്. ഗോതമ്പ്. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഭാരത സർക്കാർ അംഗീകരിച്ചത് 1998 1998. ചാലിയാറിൻ്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി ഏതാണ്? ചാലിയാറിൻ്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ടത് മാവൂർ ഗോളിയോർ റയോൺസ് ആണ്. മാവൂർ ഗോളിയോർ റയോൺസ്. മുലപ്പാൽ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. ഹോർമോണിൻ്റെ പേര് പ്രൊലാക്റ്റിൻ. ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. നീൽസ് ബോർ. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ചത് 2018 നവംബർ 12 2018 നവംബർ 12. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ എന്നതാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം. ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം മെൻഡലേവിയമാണ്. മെൻഡലേവിയം. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ TV ചാനൽ ഏഷ്യാനെറ്റ്. എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത്. എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്. പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് ആർ പരമേശ്വര മേനോനാണ്. ആർ പരമേശ്വര മേനോൻ. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത്. വയലാർ അവാർഡിന് അർഹമായ ആദ്യ കാവ്യ സമാഹാരം. വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ കാവ്യ സമാഹാരം മകരക്കൊയ്ത്താണ്. മകരക്കൊയ്ത്ത്. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ആണ്. സൊമാറ്റോട്രോപ്പിൻ. ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്? പിച്ച് ബ്ലെൻഡ് എന്നത് യുറേനിയത്തിൻ്റെ അയിരാണ്. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച്. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് KSEB ആണ്. പൊതു താൽപ്പര്യ ഹർജികളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. പൊതു താൽപ്പര്യ ഹർജികളുടെ മാതാവ് പുഷ്പ കപില ഹിങ്കോ റാണിയാണ്. 1979 സുപ്രീം കോടതിയിൽ ആദ്യത്തെ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തത് പുഷ്പ കപില ഹിങ്കോ റാണി. പൊതു താൽപ്പര്യ ഹർജികളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നു. S ബ്ലോക്ക് മൂലകങ്ങളും P ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. പ്രാതിനിധ്യ മൂലകങ്ങൾ.
മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേക്കിയൻ നാളിയാണ്. യൂസ്റ്റേക്കിയൻ നാളി. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ സച്ചിദാനന്ദൻ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി റംസാർ കൺവെൻഷനാണ്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്? കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി. കുതിരയുടെ ഉയരമളക്കുന്ന യൂണിറ്റ്? കുതിരയുടെ ഉയരമളക്കുന്നത് ഹാൻഡ്. അമേരിക്കയിലെ ടെന്നസ്ലി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി? അമേരിക്കയിലെ ടെന്നസ്ലി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ദാമോദർ വാലി. ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി? ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 1-ാം ഭേദഗതി. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര്? വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ എന്നാണ്. ലോമികകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ്. 1857 വിപ്ലവത്തിന് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? ആസാമിലാണ്. 1857 വിപ്ലവത്തിന് മണിറാം ദത്ത പ്രവർത്തനം നടത്തിയത് ആസാം. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം? ജീവകം ഇ ആണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത്? ബ്യൂട്ടി ബോൺ ക്ലാവിക്കൽ. ബ്യൂട്ടി ബോൺ ക്ലാവിക്കൽ. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത്? ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ കെ കേളപ്പൻ. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ് അസ്ഥി. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നത് ഹയോയിഡ് അസ്ഥിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി? സ്വതന്ത്ര ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയത് 1951 ഒക്ടോബർ 25-നാണ്. 1951 ഒക്ടോബർ 25. കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യം കരേവ മണ്ണാണ്. കരേവ മണ്ണ്. കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹം? കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ചത് പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹം. ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാദേവിയുടെ രചന ക്യൂൻ ഓഫ് ഝാൻസി. ക്യൂൻ ഓഫ് ഝാൻസി. ഇന്ത്യയുടെ 2-ാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിപുരയാണ്. ഇന്ത്യയുടെ 2-ാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിപുര. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തമെന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആര്? പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ്. സുമിത് സർക്കാർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.